നമഃശിവായ. അമ്മയുടെ സന്ദേശം. മക്കളെ, ഭാരതത്തിനൊരു മഹത്തായ ഭൂതകാലമുണ്ടായിരുന്നു. അതിനു കാരണം ഇവിടെ നിലനിന്നിരുന്ന യജ്ഞ സംസ്കാരമാണ്. സമഷ്ടിയുടെ നന്മയെ ലക്ഷ്യമാക്കി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മത്തെയാണ് യജ്ഞമെന്ന് പറയുന്നത്. വ്യക്തിയും സമൂഹവും തമ്മിൽ ഒരു താളലയമുണ്ട്. അത് നിലനിർത്തണമെങ്കിൽ യജ്ഞസംസ്കാരം നമ്മൾ ഉൾക്കൊള്ളണം. പ്രകൃതിയിൽ നിന്ന് അഥവാ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കുമ്പോൾ അതിനു പകരമായി പ്രകൃതിക്ക് നാം എന്തെങ്കിലും നന്മ ചെയ്യേണ്ടതുണ്ട്. അതിനു നമ്മൾ തയ്യാറായില്ലെങ്കിൽ പ്രകൃതിയുടെ താളലയം തെറ്റി അസ്വസ്ഥതകൾ പൊട്ടിപ്പുറപ്പെടും. മറിച്ച് സമൂഹത്തിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് പകരം സമൂഹത്തിന് നൽകുവാൻ തയ്യാറായാൽ ആ സമൂഹത്തിൽ ശാന്തിയും സന്തോഷവും ഐക്യവും ഐശ്വര്യവും കളിയാടും. ഈ ലോകത്തിലെ ജീവജാലങ്ങളെല്ലാം പരസ്പര ആശ്രയത്തിലാണ് നിലനിൽക്കുന്നത്. വൃക്ഷത്തിന്റെ വേര് മണ്ണിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് ഇലകൾക്ക് നൽകുന്നു. ഇലകൾ അവയെ ആഹാരമാക്കി മാറ്റുന്നു. അങ്ങനെ വളരുന്ന വൃക്ഷം പക്ഷിമൃഗാദികൾക്ക് അഭയസ്ഥാനമാകുന്നു. വൃക്ഷങ്ങളും പക്ഷികളും സസ്യങ്ങളിൽ നിന്ന് ആഹാരം സ്വീകരിച്ച് അതിൻ്റെ ഒരു ഭാഗം വളമായി തിരികെ നൽകുന്നു. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നു. പക്ഷിമൃഗാദികൾ അവയുടെ ജന്മപ്രകൃതി കൊണ്ടുതന്നെ ഈ താളലയം കാത്തു സൂക്ഷിക്കുന്നു. അതിനാൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ കാണുന്നത് വൃക്ഷങ്ങൾ കാറ്റത്ത് ആനന്ദിച്ചുല്ലസിക്കുന്നു. കിളികൾ എല്ലാം മറന്നു പാടുന്നു. നദികൾ കളകളനാദം മുഴക്കി എല്ലാവർക്കും നന്മ ചെയ്തൊഴുകുന്നു. പൂക്കൾ പുഞ്ചിരിച്ചും കൊണ്ട് ഏവർക്കും സന്തോഷം പകരുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ നിന്നും കൊണ്ട് മനുഷ്യൻ മാത്രം ദുഃഖിക്കുന്നു. കാരണം അവൻ്റെ ഉള്ളിൽ ഞാൻ എന്ന ഭാവമുണ്ട്, സ്വാർത്ഥമായ ആഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവൃത്തികൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളായി, സംഘട്ടനങ്ങളായി, യുദ്ധങ്ങളായി സമൂഹത്തിൽ പടരുന്നു. ജീവിതത്തിൽ ആനന്ദം നുകരാൻ ഇന്ന് നമുക്ക് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഞാൻ എന്ന ഭാവവും സ്വാർത്ഥ ചിന്തകളുമാണ്. തന്നെ മറന്ന് അന്യനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എനിക്കെല്ലാം കിട്ടണം, എല്ലാം സ്വന്തമാക്കണം എന്ന ഭാവമാണ് ഇന്ന് നമുക്കുള്ളത്. ഈ ഭാവം മാറാതെ സമൂഹത്തിൽ ശാന്തിയും ഐശ്വര്യവും പുലരുകയില്ല. അതിനാൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്കെന്ത് ലഭിക്കും എന്ന ചിന്ത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് എന്ത് നൽകുവാൻ കഴിയും എന്ന മനോഭാവം നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. കൊടുക്കാനുള്ള മനസ്സുള്ളവൻ രാജാവിനെ പോലെയാണ്. കൊടുക്കാനുള്ള മനസ്സുള്ളവൻ രാജാവിനെ പോലെയാണ്. എടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്നവൻ യാചകനെ പോലെയും. ഒരിക്കൽ ഒരാൾ ദീർഘകാലമായി കാണാതിരുന്ന തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോയി. കൂട്ടുകാരൻ താമസിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ ഭംഗി നോക്കി മുറ്റത്തു നിൽക്കുമ്പോൾ കൂട്ടുകാരൻ വെളിയിലേക്ക് ഇറങ്ങി വന്നു. കുശല പ്രശ്നങ്ങൾക്കു ശേഷം വന്നയാൾ കൂട്ടുകാരനോട് ചോദിച്ചു, "ഓ, ഈ ബംഗ്ലാവ് വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. ഇവിടെ നിന്നോടൊപ്പം ആരൊക്കെയാണ് താമസിക്കുന്നത്?" "ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ." "അപ്പോൾ നിന്റെ സ്വന്തം വീടാണോ ഇത്?" "അതെ." "ഈ പ്രായത്തിൽ ഇത്ര വലിയൊരു വീട് വയ്ക്കാനുള്ള പണം നിനക്ക് എവിടെ നിന്നു കിട്ടി?" "എൻ്റെ ചേട്ടൻ ഒരു കോടീശ്വരനാണ്. അദ്ദേഹം വെച്ചു തന്ന വീടാണിത്." സുഹൃത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് വീട്ടുകാരൻ പറഞ്ഞു, "ഓ, നീ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്കും ഇതുപോലൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ നീ ചിന്തിക്കുന്നത്?" സുഹൃത്ത് പറഞ്ഞു, "അല്ല, ഞാനും നിന്റെ ചേട്ടനെ പോലെ ഒരു പണക്കാരനായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ അനിയന് നല്ലൊരു വീട് വെച്ച് കൊടുക്കുവാൻ കഴിയുമായിരുന്നല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത്." ഇദ്ദേഹത്തിൻ്റെ മനോഭാവമാണ് നമുക്ക് വേണ്ടത്. കൊടുക്കുവാൻ പഠിക്കുക. കൊടുക്കുന്നവനെ എടുക്കുവാൻ അർഹതയുള്ളൂ. കൊടുക്കുവാൻ മനസ്സുള്ളവൻ എവിടെയും സ്വാഗതം ചെയ്യപ്പെടും. എടുത്തതും അനുഭവിച്ചതും നമുക്ക് ക്ഷണത്തിൽ നഷ്ടപ്പെടുന്നു. എന്നാൽ കൊടുത്തതും പങ്കുവെച്ചതും സംതൃപ്തിയായും ഐശ്വര്യത്തെ കൊണ്ടുവരുന്ന പുണ്യമായും നമ്മുടെ കൂടെ ഉണ്ടാകും.
കൊടുക്കുവാനുള്ള മനസ്സ് നഷ്ടമായാൽ അത് സമൂഹത്തിൻ്റെ അധപ്പതനത്തിനെ വഴി തെളിയിക്കും. കൊടുക്കാൻ മാത്രമുള്ള മനസ്സ് വളർത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എടുക്കുന്നതോടൊപ്പം കൊടുക്കുവാൻ കൂടിയുള്ള മനസ്സുള്ളവരാകിയാൽ നമുക്ക് സാധിക്കണം. എങ്കിലേ രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും തന്നെയും താളലയം നിലനിർത്താൻ കഴിയും. സഹജീവികളോട് കാരുണ്യമില്ലാത്തവനെ മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല. പരസ്പരമുള്ള കാരുണ്യമാണ് സമൂഹ ഭദ്രതയുടെ ആദ്യപടി. കാരുണ്യമുള്ളവർ ഈശ്വരനെ തേടി എവിടെയും പോകേണ്ട, എങ്ങും അലയേണ്ട. കാരുണ്യം നിറഞ്ഞ ഹൃദയം എവിടെയുണ്ടോ അവിടെ ഈശ്വരൻ്റെ വാസസ്ഥാനമാണ്. ഹരി ഓം നമഃ ശിവായ.